അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1400, സൂറത്ത് യൂസുഫ് 109 മുതൽ 111 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما أرسلنا من قبلك, തങ്ങൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല. ഇല്ലാ റിജാലൻ, കുറെ പുരുഷന്മാരെ അല്ലാതെ. നൂഹിയിലൈഹിം, അവർക്ക് നാം ദിവ്യബോധനം നൽകി. മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമവാസികളിൽ നിന്നുള്ള പുരുഷന്മാരെ മാത്രമേ നേരത്തെ നാം പ്രവാചകരായി നിയോഗിച്ചിട്ടുള്ളൂ. മലക്കുകളെയോ സ്ത്രീകളെയോ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല എന്നർത്ഥം. അഫലം യസീറു ഫിൽ അർളി, നബിതങ്ങളുടെ വിരോധികളും നിഷേധികളും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ? ഫയൻദുറു, എന്നിട്ട് അവർ നോക്കിക്കാണുകയും ചെയ്യുന്നില്ലയോ? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന്. മുമ്പ് പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകൾ നേരിട്ട ദുര്യോഗങ്ങളും ദുരന്തങ്ങളും എന്തായിരുന്നു എന്നവർ ചിന്തിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലയോ? വലദാറുൽ ആഖിറത്തി, പരലോകത്തെ വീട് അഥവാ സ്വർഗം, ഖൈറുൽ ലില്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതാണ് ഉത്തമം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ഹത്താ ഇദസ്തൈഅസർ റുസുലു, അങ്ങനെ പ്രവാചകന്മാർ നിരാശരായപ്പോൾ, വമന്നു, അവർ ധരിക്കുകയും ചെയ്തു, ജനങ്ങൾ ധരിക്കുകയും ചെയ്തു, അന്നഹും ഖദ് കുദിബു, ഈ പ്രവാചകന്മാർ ഞങ്ങളോട് കളവ് പറഞ്ഞോ എന്ന്. അങ്ങനെ ധരിക്കുകയും ചെയ്തപ്പോൾ ജാഅഹും നസ്റുന, നമ്മുടെ സഹായം അവർക്ക് വന്നു. ഫനുജ്ജിയ മൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നവർ രക്ഷിക്കപ്പെടും. വലാ യുറദ്ദു ബഅസുന, നമ്മുടെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതല്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, അഹങ്കാരികളായ ആളുകളെ തൊട്ട്. ലഖദ് കാന ഫീ ഖസസിഹിം, ഈ പ്രവാചകന്മാരുടെയും മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളവരുടെയും ഒക്കെ ചരിത്രങ്ങൾ പറയുന്നതിലുണ്ട്. ഇബ്റത്തുൻ, പാഠം ഉൾക്കൊള്ളാനുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. മാകാന ഹദീസൻ യുഫ്തറ, ഈ ഖുർആൻ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു വൃത്താന്തമല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. തഫ്സീല കുല്ലി ഷൈഇൻ, ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. വഹുദൻ, മാർഗദർശനവുമാണ്. വറഹ്മത്തൻ, അനുഗ്രഹവുമാണ്. ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസം സ്വീകരിക്കുന്ന സമൂഹത്തിന്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞു. സൂറത്ത് യൂസുഫ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും അവരുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ചരിത്രങ്ങളുമൊക്കെ പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിമർശകരും തങ്ങളെ നിഷേധിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ
മോശമായ നിലപാടിനെയും അല്ലാഹു തആല ചോദ്യം ചെയ്യുകയുണ്ടായല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ. അപ്പൊ അതിന്റെ ഭാഗമായി അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയോ അല്ലാഹുവെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയോ ചെയ്യാത്ത മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുടെ മറ്റൊരു സന്ദേഹം അല്ലെങ്കിൽ സംശയം അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന ഒരു കുരുട്ട് ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ 109 സൂക്തത്തിൽ അല്ലാഹു തആല പ്രധാനമായും പറയുന്നത്. എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയല്ല, പ്രവാചകരല്ല എന്ന് പറയാനായി അവരുന്നയിച്ചൊരു കുരുക്കായിരുന്നു. എന്ത്? അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ മനസ്സിലാക്കി തരാൻ ഒരാളെ അയക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാകുമായിരുന്നില്ല. അതിന് അല്ലാഹു മലക്കുകളെ നിയോഗിക്കുമായിരുന്നു എന്നവർ പറഞ്ഞു. മലക്കുകളെ നിയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞ അവരുടെ കണ്ടെത്തലിന് മറുപടിയാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കണ്ടെത്തൽ ശരിയല്ല, അല്ലെങ്കിൽ നബിതങ്ങളെ നിരാകരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഈ കാരണം അത് അംഗീകരിക്കാവുന്നതല്ല. കാരണം ഞാൻ എന്നെ മനസ്സിലാക്കി തരാനും എന്നിലേക്ക് ക്ഷണിക്കാനും മുമ്പും നിയോഗിച്ചിട്ടുള്ളത് മുഴുവനും മനുഷ്യരെയാണ്, പുരുഷന്മാരെയാണ്. സ്ത്രീകളെ പ്രവാചകന്മാരാക്കിയിട്ടില്ല, അതേപോലെ മലക്കുകളെയും പ്രവാചകന്മാരാക്കിയിട്ടില്ല, മനുഷ്യരെയാണ് പ്രവാചകന്മാരാക്കിയത്. പൊതുവിലുള്ള ജനത്തിന്റെ മൈൻഡ് അറിയുന്ന, അവരോട് നല്ല നിലയിൽ വർത്തിക്കാൻ സാധിക്കുന്ന, ഗ്രാമത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ ആയിരിക്കും ഞാൻ പ്രവാചകന്മാരാക്കുക. അല്ലാതെ ജനങ്ങളോട് ഇടപഴകാത്ത കാട്ടിൽ താമസിക്കുന്നവരെ ഒന്നും ഞാൻ പ്രവാചകരാക്കിയിട്ടില്ല എന്നുകൂടി ഇതിന്റെ ഭാഗമായി പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബലിക, തങ്ങളുടെ മുമ്പ് നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല ഇല്ലാ റിജാലൻ, കുറെ പുരുഷന്മാരെ അല്ലാതെ. അതായത് മലക്കിനെയോ സ്ത്രീകളെയോ ഞാൻ പ്രവാചകന്മാരാക്കിയിട്ടില്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തുന്നത് കാണാം, വമാ അർസൽനാ യാ മുഹമ്മദു മിൻ ഖബലിക, നബിയെ തങ്ങൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല ഇല്ലാ റിജാലൻ, പുരുഷന്മാരെ അല്ലാതെ. അതായത് ലാ നിസാഅൻ വലാ മലായികതൻ, സ്ത്രീകളെയോ മലക്കുകളെയോ പ്രവാചകന്മാരാക്കിയിട്ടില്ല. അപ്പം അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ മലക്കിനെ അയക്കുമായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബി പ്രവാചകരല്ല എന്ന ആ കണ്ടെത്തൽ 100% അടപടലം തെറ്റാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പ്രവാചകന്മാരെ, പുരുഷന്മാരെ പ്രവാചകന്മാരാക്കി നിയോഗിച്ചിട്ട് നൂഹിയിലേയും അവരിലേക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഹ്യ് മുഖേന അറിയിക്കും. നമ്മിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അതേപോലെ അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യാനും ജനങ്ങൾക്ക് പ്രേരണ നൽകാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആ പ്രവാചകന്മാർക്ക് നാം നൽകുകയും ചെയ്തു. അങ്ങനെ മുഅ്ജിസത്തുകളുമായി ആ പ്രവാചകന്മാരെ നാം നിയോഗിച്ചു. മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമവാസികളിൽ നിന്ന്, അതായത് കാടൻ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുമായി ഇണക്കമില്ലാത്ത, പരുക്കൻ സ്വഭാവമുള്ള, എടുത്തടിച്ചതുപോലെ അല്ലെങ്കിൽ ആളുകളോട് കയർത്ത് സംസാരിക്കുന്ന സ്വഭാവമുള്ള കാടൻ പ്രദേശത്തുള്ളവരെ അല്ല, മറിച്ച് ഗ്രാമത്തിന്റെ വിശുദ്ധിയും ജനങ്ങളുമായി ഇടപഴകാനും ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇങ്ങോട്ട് അക്രമങ്ങളോ വിവരക്കേടുകളോ കാണിച്ചാൽ പോലും അതിന് അതേ അളവിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നതിനു പകരം സഹനത്തിന്റെയും ക്ഷമയുടെയും ഉയർന്ന ബോധം കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന, എന്നാൽ ജനങ്ങളുടെ മനസ്ഥിതിയും അവരുടെ നിലപാടുകളുമൊക്കെ അറിയുന്ന, ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ്. നോക്കൂ, ഒരിക്കലും അല്ലാഹു പുരുഷന്മാരെ അല്ലാതെ നബിമാരായി നിയോഗിച്ചിട്ടില്ല എന്നാണ് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യുഖ്ബിറു തആല, അല്ലാഹു അറിയിക്കുന്നത്, അന്നഹു ഇന്നമാ അർസല റസൂലഹു മിനർ റിജാലി ലാ മിനൻ നിസാഇ, അല്ലാഹു പുരുഷന്മാരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്, സ്ത്രീകളിൽ നിന്നല്ല. വഹാദാ ഖൗലു ജുംഹൂരിൽ ഉലമാഇ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും നിലപാടിതാണ്. കമാ ദല്ല അലൈഹി സിയാഖു ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിന്റെ, ഈ സൂക്തത്തിന്റെ പശ്ചാത്തലവും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അന്നല്ലാഹു തആല ലം യൂഹി ഇല ഇംറഅത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു സ്ത്രീയിലേക്ക് വഹി നൽകിയിട്ടില്ല. മിൻ ബനാത്തി ബനി ആദം, മനുഷ്യ സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകളിലേക്ക് അല്ലാഹു തആല വഹി നൽകിയിട്ടില്ല. വഹയ്യ തശ്രീഇൻ, വഹി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തശ്രീഇന്റെ, അതായത് ഒരു മതനിയമം സ്ഥാപിക്കാൻ ആവശ്യമായ വഹി നൽകിയിട്ടില്ല. അതേസമയത്ത് ചില സ്ത്രീകൾക്ക് അല്ലാഹു തആല സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. സന്ദേശം കൈമാറിയത് കൊണ്ട് മാത്രം പ്രവാചകനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വൗഹാ ഇലൻ നഹ്ലി, തേനീച്ചക്ക് നാം വഹി നൽകിയെന്നും ഖുർആനിൽ കാണാമല്ലോ നമുക്ക്. അപ്പൊ തേനീച്ച നബിയാണെന്ന് എന്തായാലും ആരും പറയുന്നുമില്ലല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് ചില സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ സാറ ബീബി റളിയല്ലാഹു അൻഹ, ആ സാറ ബീവിക്ക് മലക്കുകൾ വന്നുകൊണ്ട് എന്ത് ചെയ്തു? സന്തോഷ വാർത്ത അറിയിച്ചു. എന്ത്? ഒബശ്ശർനാ ബി ഇസ്ഹാഖ ഒമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, ഇസ്ഹാഖ് എന്ന മകനും അതിനുശേഷം ആ മകന് യാക്കൂബ് എന്ന ഒരു മകനും എന്ന് പറഞ്ഞാൽ ഒരു പേരക്കുട്ടിയും ഉണ്ടെന്ന സന്തോഷ വാർത്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ സാറ ബീവിക്ക് മലക്കുകൾ നൽകിയിട്ടുണ്ട്. വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് മകനെ നന്നായി പോറ്റി വളർത്തിക്കോളാനും, അഥവാ കുട്ടിയെ ഫറോവയുടെ പട്ടാളം പിടികൂടുമെന്ന് ഭയപ്പെട്ടാൽ പെട്ടിയിലാക്കി നദിയിലൊഴുക്കിക്കൊള്ളാനും രക്ഷപ്പെടുത്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നല്ല സേഫ്റ്റിയോടുകൂടെ എത്തിച്ചു തരുമെന്നുള്ള സന്ദേശം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ സന്ദേശം പ്രത്യേകമായി നൽകിയത് ഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക പദവിയും സ്ഥാനവും ഒക്കെ നൽകുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ സന്ദേശം വന്നിട്ടുണ്ട്. എന്നാൽ വഹാദൽ ഖദ്റു ഹാസിലുൽ ലഹുന്ന, ഇത്രയുമാണ് ആ മഹത്തുക്കൾക്ക്, ആ മഹദികൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സന്ദേശം ലഭിച്ചിട്ടുള്ളത്. വലാകിൻ ലാ യൽസമു മിൻ ഹാദാ, ഇതുകൊണ്ട് മാത്രം നിർബന്ധമാവുകയില്ല അയ്യകുന്ന നബിയ്യാത്തിൻ ബിദാലിക, ഇവര് ഈ സന്ദേശം കിട്ടിയതുകൊണ്ട് നബിയാവണമെന്നില്ല. കാരണം എന്താ? നബിയാവുക എന്ന് പറയുന്ന സംഗതി, ആ സംഗതി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. അല്ലാഹു തആല എങ്ങാനും അവരെ നബിയാക്കാൻ തീരുമാനിച്ചു എന്നുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു തആല ഏറ്റവും വലിയ സ്ഥാനമായി പറയുക അവരെ നബിയാക്കി എന്നതായിരുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എടുത്തിട്ടുള്ള നിലപാട്, ഈ നിലപാടിൽ തന്നെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ കൃത്യമായി നിലനിൽക്കുന്നത്. അതാണ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഹൽ യക്ഫി ഫിൽ ഇന്ദിവാമി ഫീ സിൽക്കിൻ നുബുവത്തി ബിമുജറദിഹി അംലാ, ഇങ്ങനത്തെ ഒരു വഹയി, ഒരു സന്ദേശം കിട്ടിയെന്നതുകൊണ്ട് മാത്രം സ്ത്രീകളും നബിയാവുന്നതിന്റെ പോസിബിലിറ്റി തള്ളിക്കളയണ്ട എന്ന് പറയാനുള്ള തെളിവിനത് മതിയായോ എന്നൊരു ചോദ്യം വന്നാൽ, അല്ലദീ അലൈഹി അയിമ്മത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്ത് ഇമാമുകൾ അവർ നിലകൊള്ളുന്ന നിലപാട്, വഹുവല്ലദീ നഖലഹു ശൈഖ് അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മാഈൽ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇമാമിങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അന്നഹു ലൈസ ഫിൻ നിസാഇ നബിയ്യ, നബിമാരുടെ കൂട്ടത്തിൽ ഒന്നും ഒരു സ്ത്രീയും നബിയായിട്ട് വന്നിട്ടില്ല എന്നാണ്. വഇന്നമാ ഫീഹിന്ന സിദ്ദീഖാത്ത്, പരമാവധി അവരിൽ സിദ്ദീഖ് എന്ന സ്ഥാനത്തിന് അർഹതയുള്ള ആളുകളെയാണ് അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം എന്താ? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞത് കാണാം, മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖ. മറിയം ബീവി ഈസാ അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ സിദ്ദീഖ എന്ന സ്ഥാനമുള്ളവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നിരീക്ഷണം പറയുന്നു, ഫവസഫഹ ഫി അശ്റഫി മഖാമാതിഹ, മറിയം ബീവിയുടെ മഹത്വം പറയാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം പറയുന്നിടത്ത് അള്ളാഹു വിശേഷണം പറഞ്ഞത് ബിസിദ്ദീഖിയ്യ, സിദ്ദീഖ് എന്ന സ്ഥാനമുണ്ട് എന്നാണ്, സിദ്ദീഖത്ത് എന്ന സ്ഥാനമുണ്ട് എന്നാണ്. ഫലൂകാനത്ത് നബിയ്യത്തൻ, നബി എന്ന സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ അത് സിദ്ദീഖിന്റെയും ഒരുപടി മേലെയാണല്ലോ. ആ സ്ഥാനം മറിയം ബീവിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ലദക്കറ ദാലിക ഫീ മഖാമി തശ്രീഫി, ആ മഹത്വം പറയുന്നിടത്ത് അല്ലാഹു തആല അതായിരുന്നു പറയുക. അപ്പൊ ഫയ സിദ്ദീഖത്തുൻ ബിനസ്സിൽ ഖുർആൻ, വ്യക്തമായ ഖുർആനിന്റെ സൂചന പ്രകാരം
മറിയം ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖത്താണ്, നോട്ട് നബിയത്തൻ, നബിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചത്. സംഗതി അങ്ങനെ തന്നെയാണ് എന്നാണ് അഹ്മദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ നബിമാർ ഒരിക്കലും തന്നെ അവർ മലക്കുകളാവുക എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അത് മക്കത്തെ മുശ്രിക്കിന്റെ വാദം അതായിരുന്നു. വാസ്തവത്തിൽ അള്ളാഹു പ്രവാചകരെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മലക്കിനയക്കുമായിരുന്നുവെന്ന്. മലക്കല്ലല്ലോ മുഹമ്മദ് നബി. നമ്മളെ പോലത്തെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന മാലിഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ് എന്നവർ നബിതങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കാൻ അത്തരമൊരു ന്യായം മുന്നോട്ട് എഴുന്നള്ളിച്ചു എന്ന് കാണാമല്ലോ നമുക്ക്. അപ്പോ ഈ അങ്ങാടിയിലൂടെ നടക്കുന്ന, അതേപോലെ ഭക്ഷണം കഴിക്കുന്ന, ഇതെന്തൊരു പ്രവാചകൻ എന്ന ആ ഒരു നിരീക്ഷണം നടത്തിയിട്ട് അള്ളാഹു പ്രവാചകന്മാരയക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മലക്കിനയക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മലക്കിനയക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന് അള്ളാഹു നിരാകരിക്കുകയാണ്. മുമ്പ് ഞാൻ അയച്ച പ്രവാചകന്മാരാരും ആരല്ല, മലക്കുകളല്ല, അവരെല്ലാവരും മനുഷ്യന്മാരാണ്, അതിൽ തന്നെ പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ളവരെയാണ് അള്ളാഹു പ്രവാചകന്മാരായി നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന് അള്ളാഹു തആല ഉണർത്തിയിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അഫലം യസീറൂ ഫിൽ അർളി, നബിതങ്ങളെ എതിർക്കുന്ന, നബിതങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ആളുകൾ അവർ സഞ്ചരിക്കുന്നില്ലയോ ഭൂമിയിലൂടെ? എന്നിട്ട് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള ആളുകളുടെ അവസാനം എങ്ങനെയായിരുന്നു എന്നവർ ചിന്തിക്കുകയും ചെയ്യുന്നില്ലയോ? അതായത് മുമ്പ് പ്രവാചകന്മാരെ നിരാകരിച്ച നൂഹ് നബി അലൈഹിസ്സലാം മുതൽ, സാലിഹ് നബി അലൈഹിസ്സലാം മുതൽ, ഹൂദ് നബി അലൈഹിസ്സലാം മുതൽ, ലൂത്ത് നബി അലൈഹിസ്സലാം മുതൽ, സാലിഹ് നബി അലൈഹിസ്സലാം മുതൽ, അതേപോലെ തന്നെ ഷുഐബ് നബി അലൈഹിസ്സലാം മുതൽ ഒട്ടനവധി നബിമാരുടെ ആളുകൾ അവരാ നബിമാരെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല അവർക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അള്ളാഹു നടത്തുകയും അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ആളുകളുടെ അതിദയനീയമായ ചരിത്രത്തിന്റെ ചില ശേഷിപ്പുകൾ ഇവര് തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതവർ ചിന്തിക്കുന്നില്ലയോ? അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നബിതങ്ങളെ നിരാകരിക്കാനുള്ള ധൈര്യം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ വിശ്വാസി സമൂഹം, ആ വിശ്വാസി സമൂഹത്തിനാണ് അല്ലാഹു തആല ആത്യന്തികമായി വിജയം നൽകിയത്. ദുനിയാവിലും ആഖിറത്തിലും അവർക്കു തന്നെയാണ് വിജയം. ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാലും ആ കാർമേഘങ്ങളെല്ലാം നീങ്ങി മാനം തെളിയുന്ന സന്തോഷം അല്ലാഹു തആല വിശ്വാസികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകും. എന്നാൽ ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തെ വീടാണ് ഉത്തമം. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അല്ലാഹു നൽകുന്നതാണ് ഭൂമിയിൽ അവർക്ക് നൽകിയ അംഗീകാരത്തെക്കാളും പ്രാധാന്യമുള്ളത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ജനങ്ങളെ? അത് ചിന്തിച്ചു മനസ്സിലാക്കി പ്രവാചകന്മാരുടെ എതിർദിശയിൽ നിൽക്കുന്ന ശൈലി മാറ്റി ആ പ്രവാചകന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കാനും അവരുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കാനുമുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാൻ ഇനിയെന്തേ താമസം എന്നാണ് അള്ളാഹു ചോദിക്കുന്നതിന്റെ ചുരുക്കം. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, ഹത്ത ഇദസ്തയസർ റുസുലു, അങ്ങനെ ദൂതന്മാർ, പ്രവാചകന്മാർ അവർ നിരാശരാകുന്ന ഘട്ടം വന്നപ്പോൾ, നിരാശരാകുന്ന ഘട്ടം വെച്ചാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകി. അതേപോലെ അവരെ എതിർക്കുന്ന ആളുകൾക്കെതിരെ ഈ വിശ്വാസികളെ അല്ലാഹു തആല സഹായിക്കും, പ്രവാചകന്മാരെ അല്ലാഹു തആല സഹായിക്കും എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ആ പ്രവാചകന്മാർക്ക് ഏറ്റവും വലിയ സഹായങ്ങൾ കിട്ടേണ്ട ഘട്ടം, ആ ഘട്ടങ്ങൾ ഇങ്ങനെ എന്താ താമസിക്കുന്നത് എന്നൊരവസ്ഥ വരുന്ന ഘട്ടം വരെ അള്ളാഹു ചിലപ്പോ ആ സഹായം താമസിപ്പിക്കും. അതാണ് ഇത് റസൂലു, പ്രവാചകന്മാർ നിരാശരാകുമ്പോൾ, നിരാശരാകുക കിട്ടൂലെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയ്ക്ക് എത്തുക എന്നല്ല, ഇത് കിട്ടേണ്ട നേരമായല്ലോ, എന്തേ താമസിക്കുന്നത് എന്ന ഒരു സന്ദേഹം അല്ലെങ്കിൽ ഒരു വിഷമം വരുന്നു എന്നർത്ഥം. ഖുർആനിൽ തന്നെ നമുക്കത് കാണാമല്ലോ. സുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 214 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. മുൻകാലത്ത് പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കൂടെയുള്ള വിശ്വാസികളും വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിരുന്ന് വെന്തുരുകിയിട്ടുണ്ട്. എത്രത്തോളം പരീക്ഷണത്തിന്റെ ആധിക്യം, അതിന്റെ ഗൗരവം എവിടെ വരെ എത്തി? ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അക്കാലത്തുള്ള പ്രവാചകരും പ്രവാചകന്റെ കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി,
മത്താ നസ്റുല്ലാ, ഇനി എപ്പോഴാണോ അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ആ സഹായം ലഭിക്കേണ്ട ഏറ്റവും കറക്റ്റ് ടൈമാണിത്. ഇനിയും എന്തേ താമസിക്കുന്നത്? അതാണ് ഇവിടെ ഹത്താ ഇദ സയ്യസർ റുസുലു, പ്രവാചകന്മാർ നിരാശരാകുന്ന ഘട്ടം വന്നപ്പോൾ. അതോടൊപ്പം തന്നെ വലന്നു അന്നഹും ഖദ് കുദിബു, അവർ അഥവാ ജനങ്ങൾ, അവിടെ രണ്ട് രൂപത്തിലുള്ള പാരായണമുണ്ട്. വലന്നു അന്നഹും ഖദ് കുദിബു എന്നുമുണ്ട്, വലന്നു അന്നഹും ഖദ് കുദിബു എന്നുമുണ്ട്. വലന്നു അന്നഹും ഖദ് കുദിബു എന്നാണെങ്കിൽ അവർ ജനങ്ങൾ വിചാരിച്ചു പ്രവാചകന്മാർ ഞങ്ങളോട് കള്ളം പറയുകയാണോ എന്ന്. മനസ്സിലായില്ലേ? അവർ കളവാക്കപ്പെടുക വെച്ചാൽ പ്രവാചകന്മാർ ഞങ്ങളോട് പടച്ചോന്റെ സഹായം കിട്ടും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞത് കള്ളമാണോ എന്നവർക്ക് തോന്നിപ്പോകുന്ന ഘട്ടം വന്നു. അല്ലെങ്കിലോ വന്നു അന്നഹും അത് കുദ്ദിബൂന്നാണെങ്കിലോ ശബ്ദോടുകൂടെ, നാലിന് ശബ്ദോടുകൂടെ ആണെങ്കിൽ അവർ കളവാക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ ധരിച്ചു. എന്ന് പറഞ്ഞാൽ സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്തേ സമയത്ത് കിട്ടാത്തത്, അതുകൊണ്ട് ഈ നബിമാരൊന്നും ശരിയല്ല എന്ന് അനുയായികൾ പറഞ്ഞേക്കുമോ എന്ന് ഭയപ്പെട്ടു എന്നർത്ഥം, അല്ലെങ്കിൽ ചിന്തിച്ചു എന്നർത്ഥം. ഏതായാലും വളരെ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പൽ മഴയെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന ഘട്ടം വന്നപ്പോ ജാഅഹും നസ്റുന, നമ്മുടെ സഹായം അവർക്ക് വന്നു. ഫനുജ്ജിയ മൻ നശാഉ, അങ്ങനെ നാം ഉദ്ദേശിക്കുന്നവർ സംരക്ഷിക്കപ്പെട്ടു. അതുപോലെ യുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിമീൻ, അഹങ്കാരികളെ തൊട്ട് നമ്മുടെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതല്ല. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത്, നന്നായി ആവശ്യം വരുമ്പോ അള്ളാഹു സഹായം കൊടുത്തിട്ടുണ്ട്. കിട്ടാൻ താമസിക്കുമ്പോ വരാതാവുമോ എന്ന സന്ദേഹമോ അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥതയോ ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ഏതായാലും അല്ലാഹു തആല ആത്യന്തികമായി വിശ്വാസികൾക്ക് സഹായം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. തുടർന്ന് പടച്ചോൻ പറയാം, ലഖദ് കാന ഫീ ഖസസിഹിം, ഇവരുടെ ചരിത്രത്തിലുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റേതാവട്ടെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റേതാവട്ടെ, സഹോദരങ്ങളുടേതാവട്ടെ, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ചരിത്രങ്ങളിലുണ്ട് ഇബ്റത്തുൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട്, ബുദ്ധിയുള്ള ആളുകൾക്ക് പഠിക്കാനുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് പ്രബോധനം നടത്തിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നാട്ടുകാരും അതേപോലെ തന്നെ കുടുംബക്കാരുമായിട്ടുള്ള കേമന്മാർ, അക്കാലത്തെ ശക്തന്മാർ, ആ ശക്തന്മാര് അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും നാട്ടിൽ നിന്ന് വരെ ഓടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആത്യന്തികമായി തിരിച്ചു വരാനും അവരെ കൂടി അടക്കി ഭരിക്കാനുമുള്ള അവസരം അല്ലാഹു തആല മുമ്പ് നൽകിയിട്ടുണ്ട്. അത് ചിന്തിക്കണം. നബിതങ്ങളിപ്പോൾ നബിതങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും ആക്രമിക്കാനുമൊക്കെ മെനക്കെടുന്നവർ അല്ലാഹു തആല ഒരു തിരിച്ചുവരവിന്റെ സാഹചര്യം നബിതങ്ങൾക്കും നൽകുമെന്ന കാര്യം ഓർക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ലഖദ് കാന ഫീ ഖസസിഹിം, ഇവരുടെ ചരിത്രത്തിലുണ്ട് ഇബ്റത്തുൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട്. വിശുദ്ധ ഖുർആൻ മാകാന ഹദീസൻ യുഫ്തറ, അത് കെട്ടിയുണ്ടാക്കപ്പെട്ടൊരു വൃത്താന്തമല്ല, വാർത്തയല്ല, വർത്തമാനമല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, മറിച്ച് ആ ഖുർആനിന് മുമ്പ് വന്ന ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതിലുള്ളത് സത്യമാണ് എന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. തഫ്സീല കുല്ലി ഷൈഇൻ, ദീനിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം നൽകുന്ന ഗ്രന്ഥവുമാണ് ഖുർആൻ. വഹുദം വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസം സ്വീകരിക്കുന്ന സമൂഹത്തിന് അനുഗ്രഹവും മാർഗദർശനവുമാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഫലം അവർക്കാണ് ലഭിക്കുക. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നോ തട്ടിപ്പടച്ചു കൊണ്ടുവന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഏറ്റവും വലിയ സോഴ്സിൽ നിന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ ദൈവികമാണ്, കെട്ടിയുണ്ടാക്കിയതല്ല, മനുഷ്യനിർമ്മിതമല്ല. ആ ഖുർആൻ മുൻപ് വന്നിട്ടുള്ള ദൈവിക ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുകയും അതേപോലെ മനുഷ്യജീവിതത്തിൽ ഇനി ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുകയും അത് കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഖുർആൻ മുറുകെ പിടിച്ച് ആ ഖുർആന്റെ വക്താക്കളായി ഖുർആനെ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. സൂറത്ത് യൂസുഫോട് അവസാനിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഈ സുഹൃതങ്ങളെല്ലാം നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.